Radio Lime News Update. Brought to you by ജോസ്കോ ജുവലേഴ്സ് ഷോറൂമുകളിൽ സ്വർണ്ണ വജ്രാഭരണങ്ങൾക്ക് ഓഫറുകളുടെയും സമ്മാനങ്ങളുടെയും വിരുന്നൊരുക്കി ജൂൺ 21 മുതൽ ഗ്രാൻഡ് NRI ഗോൾഡൻ ഫെസ്റ്റ്. നമസ്കാരം, ലൈവ് ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. വാർത്തകളുമായി ഞാൻ നിപിൻ. ചരിത്രത്തിലെ ഏറ്റവും ചൂടേറിയ വേനൽക്കാലത്തിന് അറുതി വരുത്തിക്കൊണ്ട് UK-യിൽ കനത്ത മഴയും ശക്തമായ കാറ്റും നിറഞ്ഞ കാലാവസ്ഥ വരുവാൻ പോകുന്നതായി മുന്നറിയിപ്പ്. കാറ്റും മഴയും ഇടിവെട്ടും ആലിപ്പഴ വർഷവും ഇന്ന് വരാനിരിക്കെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും മഞ്ഞ മുന്നറിയിപ്പ് നിലവിൽ വന്നു കഴിഞ്ഞു. എറിൻ ചുഴലിക്കാറ്റിന്റെ സ്വാധീനം അവശിഷ്ടങ്ങൾ ബ്രിട്ടന്റെ പല ഭാഗങ്ങളിലും കനത്ത മഴയ്ക്ക് കാരണമായ ഒരാഴ്ചയ്ക്ക് ശേഷമാണ് ഇപ്പോൾ വീണ്ടും മഴയെത്തുന്നത്. പടിഞ്ഞാറൻ തീരപ്രദേശങ്ങളിൽ ശക്തമായ കാറ്റ് അനുഭവപ്പെടും. തെക്കൻ സ്കോട്ട്ലൻഡിൽ മെറ്റ് ഓഫീസ് ഇതിനോടകം തന്നെ മഞ്ഞ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. മഴയ്ക്കെതിരെയുള്ള മറ്റൊരു മഞ്ഞ മുന്നറിയിപ്പ് തെക്ക് പടിഞ്ഞാറൻ ഇംഗ്ലണ്ടിലും തെക്കൻ വെയിൽസിന്റെ മിക്ക ഭാഗങ്ങളിലും നിലവിൽ വന്നു കഴിഞ്ഞു. വിദേശ വിദ്യാർത്ഥികളെ നിയന്ത്രിക്കുവാനുള്ള നീക്കങ്ങൾ ശക്തിപ്പെടുത്തി UK. ഇതിന്റെ ഭാഗമായി വിസ കാലാവധി കഴിഞ്ഞ് ബ്രിട്ടനിൽ തുടരുന്ന വിദ്യാർത്ഥികളെ കണ്ടെത്തി നാടുകടത്താൻ അധികൃതർ ഒരുങ്ങുകയാണ്. നിയമപരമായി വിദ്യാർത്ഥി വിസയിൽ ബ്രിട്ടനിലെത്തി വിസ കാലാവധി കഴിയുന്നതോടെ അഭയാർത്ഥിത്വത്തിനുള്ള അപേക്ഷ നൽകുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണിത്. ഏറ്റവും പുതിയ തീരുമാനം ഇക്കഴിഞ്ഞ ജൂണിൽ അവസാനിച്ച ഒരു വർഷത്തിൽ ലഭിച്ച അഭയത്തിനുള്ള അപേക്ഷകളിൽ ഏകദേശം 13% അപേക്ഷകൾ UK-യിലേക്ക് സ്റ്റുഡന്റ് വിസയിൽ എത്തിയവരിൽ നിന്നായിരുന്നു എന്ന് ഹോം ഡിപ്പാർട്ട്മെന്റിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു. പാൽ വാങ്ങാൻ പോയ 3 കുട്ടികളുടെ അമ്മയായ 38 വയസ്സുകാരിയെ തടാകത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഇൻക്വസ്റ്റ് റിപ്പോർട്ട് പുറത്ത്. ചെഷയറിലെ നോർത്ത് ഈസ്റ്റിലെ ബാറ്റൺ പ്രദേശത്തെ റേച്ചൽ ബൂത്തിന്റെ മരണം അസ്വാഭാവിക മരണമാണെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നു. ജൂലൈ 19 പുലർച്ചെയാണ് റേച്ചലിനെ കാണാതായത്. രാവിലെ ഓടാൻ പോയ ശേഷം പുലർച്ചെ 3:50 റേച്ചൽ പാലും വൈനും വാങ്ങുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ജൂലൈ 21 ഓക്മെയറിലെ വൈൽഡ് ഷോർ ഡെലാമെയർ വാട്ടർ സ്പോർട്സ് സെന്ററിലെ തടാകത്തിൽ നിന്ന് തിരച്ചിൽ സംഘം മൃതദേഹം കണ്ടെടുത്തു. പോസ്റ്റ്മോർട്ടത്തിൽ അസ്വാഭാവികമായ മരണകാരണം കണ്ടെത്തിയെന്നാണ് വിവരം. അതേസമയം മരണകാരണം എന്താണെന്ന് അധികൃതർ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. ചൈനയിലെ ടിയാൻജിനിൽ നടന്ന SCO ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം നടത്തിയ കാർ യാത്രയെക്കുറിച്ച് വെളിപ്പെടുത്തിയ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. കാർ യാത്രയ്ക്കിടെ മോദിയോട് രഹസ്യങ്ങളൊന്നും സംസാരിച്ചിട്ടില്ലെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനൊപ്പം നടത്തിയ അലസ്ക ഉച്ചകോടിയെക്കുറിച്ചാണ് സംസാരിച്ചതെന്നുമാണ് പുടിൻ പറഞ്ഞത്. റഷ്യൻ നിർമ്മിത ഓറസ് ലിമോസിൻ കാറിലായിരുന്നു ഇരുവരും SCO ഉച്ചകോടിയിൽ ഒരുമിച്ച് യാത്ര ചെയ്തത്. 15 മിനിറ്റായിരുന്നു റിറ്റ്സ് കാർട്ടൺ ഹോട്ടലിലെ ഉഭയകക്ഷി യോഗ വേദിയിലുള്ള ദൂരം. എന്നാൽ 45 മിനിറ്റ് കൂടി മോദിയും പുടിനും കാറിൽ തുടരുകയും നിരവധി വിഷയങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്തു. ഓപ്പറേഷൻ സിന്ദൂറിനിടെ ഇന്ത്യൻ വ്യോമസേന തകർത്ത പ്രധാന എയർബസായ നൂർഖാൻ വ്യോമത്താവളത്തിന്റെ പുനർനിർമ്മാണം ആരംഭിച്ച് പാകിസ്ഥാനിലെ നയതന്ത്ര പ്രാധാന്യമുള്ള VVIP വ്യോമത്താവളമാണ് റാവൽപിണ്ടിയിലെ നൂർഖാൻ എയർബസ്. പുതിയ ഉപഗ്രഹ ചിത്രങ്ങൾ പുറത്തുവിട്ടുകൊണ്ടാണ് മേഖലയിൽ പുനർനിർമ്മാണം നടത്തുന്നതായി രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ഇന്ത്യയുടെ ആക്രമണത്തിൽ സൈനിക ട്രക്കുകളടക്കം വ്യോമത്താവളത്തിന് കാര്യമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചിരുന്നു. പ്രളയഭീതി വിധിച്ച് യമുന നദി കരകവിഞ്ഞു. നിഗംബോധ് ശ്മശാനത്തിലേക്ക് വെള്ളമെത്തി. വെള്ളം ഉയർന്നതോടെ ശ്മശാനം അടച്ചു. ഇവിടെ സംസ്കരിക്കാൻ നിശ്ചയിച്ചിരുന്ന മൃതദേഹങ്ങൾ പഞ്ച്ക്യൂൻ ശ്മശാനത്തിലേക്ക് മാറ്റുകയാണെന്നും അധികൃതർ പറഞ്ഞു. കനത്ത മഴയിൽ റൺവേയിൽ വെള്ളം കയറിയതോടെ ഡൽഹി വിമാനത്താവളത്തിൽ നിന്നും പുറപ്പെട്ടുന്ന 340 വിമാനങ്ങൾ വൈകി. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതുകൊണ്ട് 4 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന് 5 ദിവസത്തേക്കുള്ള മഴ സാധ്യതാ പ്രവചനം നിലവിലുണ്ട്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട് ഉള്ളത്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. ഇനി കായിക വാർത്തകൾ. IPL മലയാളി താരം സഞ്ജു സാംസന് വമ്പൻ തിരിച്ചടിയെന്ന റിപ്പോർട്ടുകൾ. രാജസ്ഥാൻ റോയൽസ് വിടാനുള്ള താല്പര്യം സഞ്ജു ടീമിനെ അറിയിച്ചെങ്കിലും അത് നടക്കാൻ സാധ്യതയില്ലെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. താല്പര്യമില്ലാത്ത ഫ്രാഞ്ചൈസിൽ തുടരേണ്ടി വരുന്നതിന് പുറമെ ക്യാപ്റ്റൻ സ്ഥാനം നഷ്ടമാകുമെന്നും സൂചനയുണ്ട്. മിനി ലേലത്തിന് മുൻപായി തന്നെ റിലീസ് ചെയ്യണമെന്നായിരുന്നു സഞ്ജു ഫ്രാഞ്ചൈസിയോട് അഭ്യർത്ഥിച്ചിരുന്നത്. ചെന്നൈ സൂപ്പർ കിങ്സിന് താരത്തെ വാങ്ങുവാൻ താല്പര്യമുണ്ടായിരുന്നു. എന്നാൽ സഞ്ജുവിന് പകരമായി ശിവൻ ദുബെയോ രവീന്ദ്ര ജഡേജയോ വേണമെന്നായിരുന്നു റോയൽസിന്റെ ആവശ്യം. ഇത് സാധ്യമല്ലെന്ന് CSK വ്യക്തമാക്കിയതോടെ ആ വഴി അടഞ്ഞു. കഴിഞ്ഞ സീസണിൽ 14 മത്സരങ്ങളിലാകിയ 4 എണ്ണത്തിൽ മാത്രമാണ് രാജസ്ഥാൻ റോയൽസിന് ജയിക്കാനായത്. പരുക്കേറ്റതിന് പുറമെ കഴിഞ്ഞ സീസണിൽ ടീമിലുണ്ടായ അസ്വാരസ്യങ്ങളാണ് കൂടുമാറ്റത്തിന് സഞ്ജുവിനെ പ്രേരിപ്പിച്ചത്. ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 118.37 രൂപ. ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു. കൂടുതൽ വാർത്തകൾ അടുത്ത ബുള്ളറ്റിൽ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ്